ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തമിഴിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്ത എന്ന ഏറ്റവും പുതിയ മൂവിയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾ ഈ സമൂഹത്തിൽ എത്രത്തോളം സുരക്ഷിതരാണെന്നും അവർ നേരിടുന്ന സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ചുമെല്ലാം തുറന്നു കാണിക്കുന്ന ഈ സിനിമ എല്ലാ പാരൻസും നിർബന്ധമായും കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നായികയായ ശക്തി പുതിയ ജോലിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങുന്നതാണ്. അവിടെ വെച്ച് നമ്മുടെ നായകനായ ഈശ്വരനെ ശക്തി കണ്ടുമുട്ടുന്നു. ഈസ് എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് ഇവർ തമ്മിൽ നേരിട്ട് കാണുന്നത്. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർക്കുന്നത്. അവന്റെ ചേട്ടന്റെ മകളെ സ്കൂളിൽ നിന്നും വിളിക്കാൻ മറന്നിരിക്കുന്നു. അത് ഓർത്തപ്പോൾ തന്നെ ശക്തിയോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൻ നേരെ സ്കൂളിലേക്ക് ഓടുകയാണ്. ഈസുവിന്റെ ചേട്ടൻ മരിച്ചതിനു ശേഷം ചേട്ടന്റെ മകൾ സുന്ദരിയെയും അവളുടെ അമ്മയെയും ഈസു പൊന്നു പോലെയായിരുന്നു നോക്കിയിരുന്നത്. സുന്ദരി എന്ന് പറഞ്ഞാൽ ഈസുവിന്റെ ജീവനായിരുന്നു. അവൻ സേട്ട് എന്നായിരുന്നു സുന്ദരിയെ ചെല്ലപ്പേരിൽ വിളിച്ചിരുന്നത്. മറ്റു കുട്ടികളെ പോലെ സേട്ടുവിന് സ്കൂളിൽ വാലിലൊന്നും അവൻ പറഞ്ഞയക്കില്ലായിരുന്നു. എന്നും അവൻ തന്നെയാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും. സേട്ടുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സേട്ടുവിന് തിരിച്ചും ഈസുവിന് ഭയങ്കര കാര്യമായിരുന്നു. ചിത്തയോടൊന്നും മറച്ചു വെക്കുന്നത് സേട്ടുവിന് ഇഷ്ടമല്ലായിരുന്നു. ഈസുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ വടിവേലു അവിടുത്തെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആയിരുന്നു. വടിവേലുവിന്റെ ചേട്ടന്റെ മകളായിരുന്നു പൊന്നി. സേട്ടയെ പോലെ തന്നെയാണ് പൊന്നിയെയും ഈസു കണ്ടിരുന്നത്. പൊന്നിക്ക് തിരിച്ച് ഈസുവിനെയും വളരെ ഇഷ്ടമായിരുന്നു. പൊന്നിയും സേട്ടും ഒരു ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ഈസു ഓഫീസിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് അവൻ ശക്തിയെ കാണുന്നു. അവന്റെ അണ്ടറിൽ തന്നെ ജോലി ചെയ്യാനായിരുന്നു ശക്തി വന്നിരുന്നത്. അവിടെ വെച്ച് ശക്തിയോട് ഈസു സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. +2 റിസൾട്ട് വരുന്ന ദിവസം ഈസു വരുമെന്ന് പറഞ്ഞ് ശക്തി ഒരുപാട് നേരം കാത്തു നിന്നിട്ടും ഈസു അവിടേക്ക് വന്നിരുന്നില്ല. അതിനുശേഷം ശക്തി അവനെ കോണ്ടാക്ട് ചെയ്യാനും നിന്നില്ല. അന്ന് പിരിഞ്ഞതായിരുന്നു ഇവർ. അങ്ങനെ അവളോട് സംസാരിക്കാൻ ഇവരൊരു അവസരം കിട്ടിയ സമയത്ത് അവളെ പിടിച്ചു നിർത്തി ഇവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് നീ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വരാഞ്ഞത് എന്ന് ശക്തി ചോദിച്ചപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അന്ന് വരാൻ സാധിച്ചില്ല എന്ന് ഈസു പറയുന്നു. നിന്റെ അങ്കിളിന്റെ അടുത്ത് നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ചെന്നിരുന്നെങ്കിലും അവർക്കാർക്കും നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത് എന്നും ഈസു പറയുന്നു. ഇത് കേട്ടപ്പോൾ ശക്തിക്ക് വളരെ ദേഷ്യം വരുന്നുണ്ട്. എന്റെ അങ്കിളിന്റെ പേര് പോലും നീ പറയണ്ട, അന്ന് നീ വരാമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് നേരം കാത്തു നിന്നു. എന്നിട്ട് നീ വരാത്തത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടം വളരെ വലുതാണെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരം അവൻ ഓടിച്ചെന്ന് അവളുടെ കൈ പിടിക്കുന്നു. അവൻ അവൾ ടച്ച് ചെയ്തതും അവൾ പെട്ടെന്ന് കൈ വലിച്ച് അവനെ ആഞ്ഞടിക്കുന്നു. പാസ്റ്റിൽ സംഭവിച്ച എന്തോ ഒരു പ്രശ്നം അവളെ വല്ലാതെ വേട്ടയാടുന്നത് പോലെ നിന്നിടത്ത് നിന്ന് അവൾ വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവൾ അവിടെ നിന്നും ഇറങ്ങി പോകുന്നു. പിറ്റേ ദിവസം ഓഫീസിലേക്ക് എത്തിയ ഈസുവിനോട് തലേ ദിവസം ശക്തി അവനെ അടിച്ചതിൽ അവൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഈസു തിരിച്ച് അവളോട് സോറി പറയുന്നു. അന്ന് നീ എന്നെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് വരാൻ കഴിയാത്തതിന്റെ കാരണം അന്നായിരുന്നു എന്റെ ചേട്ടൻ മരിച്ചത്. അതോടുകൂടി അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി പഴയതുപോലെ തന്നെ അവർ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ദിവസം ചേട്ട പൊന്നിയുടെ വീട്ടിൽ വന്ന സമയത്ത് പൊന്നി അവളുടെ ഒരു കാര്യം പറയുന്നു. തലേ ദിവസം തന്റെ ചേച്ചി പറയുന്ന ഒരു കാര്യം അവൾ കേട്ടു എന്നായിരുന്നു പൊന്നി പറഞ്ഞത്. സ്കൂളിൽ നിന്നും കുറച്ച് ദൂരെയുള്ള അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു കാട്ടിൽ മാനുണ്ടെന്നും വൈകുന്നേരം 5 മണിക്ക് ശേഷം അവിടേക്ക് പോയാൽ മാനിനെ കാണാമെന്നുമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോയി ആരും കാണാതെ മാനിനെ കാണാമെന്ന് പൊന്നി സേട്ടുയോട് പറയുന്നു. എന്നാൽ ചിത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നവും, ചിത്ത അറിയാതെ ഞാൻ ഇവിടേക്കും വരില്ല എന്ന് സേട്ട് പറയുന്നു. അങ്ങനെ പൊന്നി നിർബന്ധിച്ചപ്പോൾ സേട്ട് പൊന്നിയുടെ കൂടെ പോകാമെന്ന് സമ്മതിക്കുകയാണ്. എന്നും സ്കൂൾ വിടുന്ന സമയത്ത് ചിത്ത അവളെ കൂട്ടാൻ വരുന്നത് കൊണ്ട് അന്ന് അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നും അതുകൊണ്ട് വൈകിട്ട് വരാനായും ചിത്തയോട് അവർ പറയുന്നു. ആ സമയം കൊണ്ട് മാനിനെ പോയി കണ്ടുവരാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ അന്ന് വൈകിട്ട് അവർ മാനിനെ കാണാനായി സ്കൂളിൽ നിന്നും പുറത്തിറങ്ങുന്നു. എന്നാൽ സ്കൂളിൻ്റെ അടുത്ത് ജോലി ആവശ്യവുമായി വന്ന ചിത്തയെ കണ്ടപ്പോൾ സേട്ട് പറയുന്നുണ്ട്, നമുക്ക് ചിത്തയുടെ കൂടെ പോകാം, മാനിനെ ഒന്നും കാണാൻ പോകണ്ടായെന്ന്. എന്നാൽ അതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ചിത്ത കാണാതെ ഓട്ടോയിൽ കയറി പോകാമെന്ന് പറഞ്ഞ് ചിത്തയുടെ കണ്ണ് വെട്ടിച്ച് രണ്ടുപേരും കൂടെ ഓട്ടോയിലേക്ക് കയറുന്നു. എന്നാൽ ഓട്ടോയിൽ കയറി തിരിഞ്ഞു നോക്കിയ സേട്ടുവിന് ചിത്തയെ കണ്ടപ്പോൾ വിഷമം തോന്നി. അവൾ പൊന്നിയോട് സോറി പറഞ്ഞ് ഓട്ടോയിൽ നിന്നും ഇറങ്ങുകയാണ്. അവൾ ഇറങ്ങിയ ഉടനെ തന്നെ ഓട്ടോയും വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേട്ട് അന്ന് ഈസുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് സ്കൂളിലെത്തിയ സേട്ട് നോക്കുമ്പോൾ പൊന്നിയാകെ തളർന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് നിന്റെ കൂടെ വരാത്തതിന് നീ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ എന്ന് സേട്ട ഒരുപാട് പ്രാവശ്യം പൊന്നിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ പൊന്നി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ക്ലാസിന്റെ ഇടയിലൂടെ അവൾക്ക് വൊമിറ്റ് ചെയ്യാനും വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് സേട്ടുവിന് ആകെ വിഷമമായി. പൊന്നി തന്നോട് മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ വൈകിട്ട് വിളിക്കാൻ വന്ന ചിത്തയോട് സേട്ട് പറയുന്നു പൊന്നി തന്നോട് മിണ്ടുന്നില്ല എന്ന്. ഈസുവിനെ എപ്പോ കണ്ടാലും കെട്ടിപ്പിടിക്കാൻ വരുന്ന പൊന്നി അന്ന് ഈസുവിനോട് പോലും അകലം പാലിച്ചാണ് നിന്നിരുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് പോയി കാര്യം ചോദിക്കാൻ ശ്രമിക്കുമ്പോഴും അവൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ പിണക്കത്തിലായതുകൊണ്ട് എനിക്ക് പൊന്നിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് സേട്ടുവിനെ അവിടെ നിർത്തി പൊന്നിയെ മാത്രം അവൻ ബൈക്കിൽ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നു. വീടിന്റെ അടുത്തെത്തിയപ്പോൾ ബൈക്കിൽ നിന്നും ഇറങ്ങി ഒന്നും മിണ്ടാതെ പോകുന്ന പൊന്നിയുടെ അടുത്ത് പോയി ഇവൻ കാര്യം അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അപ്പോഴും ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നീയും സേട്ടും തമ്മിൽ വഴക്കാണോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അവൾ മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം അവിടെ നിന്ന് വേറെ ആരോ കാണുന്നുണ്ടായിരുന്നു. അവളുടെ ആ ഒരു ബിഹേവിയർ കണ്ട് എന്തോ ഒരു പേടി തോന്നിയ ഈസ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ അമ്മയെ വിളിച്ചു തരാം, നീ സംസാരിക്കുകയെന്ന്. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയാണ്.
അന്ന് വൈകിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഈസുവിനെ വടിവേലു വിളിച്ച് എത്രയും പെട്ടെന്ന് അവന്റെ വീട്ടിലേക്ക് വരാനായി ആവശ്യപ്പെടുന്നു. എന്തോ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഈസു ഉടനെ തന്നെ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് കുറെ സമയത്തേക്ക് ഈസുവിനെ കാണുന്നില്ല. അന്ന് രാത്രിയും ഈസു വന്നില്ല. പിറ്റേ ദിവസം ചേട്ടനെ സ്കൂളിലേക്ക് ആക്കാൻ സമയവും ഈസു വന്നിട്ടുണ്ടായിരുന്നില്ല. ഈസുവിന്റെ ചേട്ടത്തി വടിവേലുവിനെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനായി വടിവേലു പറയുന്നു. അങ്ങനെ ചേട്ടത്തി സേട്ടുവിനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയ ചേട്ടത്തിയെ ഞെട്ടിച്ചുകൊണ്ട് പൊന്നിയുടെ വീട്ടുകാർ ഒരു കാര്യം പറയുന്നു. പൊന്നിയെ ഈസു സെക്ഷലി ഹരാസ് ചെയ്തു എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇത് കേട്ട് അവന്റെ ചേട്ടത്തി പറയുന്നു അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൻ സേട്ടുവും പൊന്നിയും ഒരുപോലെയാണെന്ന്. പക്ഷെ ആ സമയം ചേട്ടത്തിക്ക് അവരൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. തലേ ദിവസം പൊന്നിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഈസുവിന്റെ വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ കണ്ട എല്ലാവരും വിചാരിച്ചിരുന്നത് പൊന്നിയെ ഈസു സെക്ഷലി ഹരാസ് ചെയ്തു എന്നായിരുന്നു. അന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തിയ പൊന്നിയുടെ അവസ്ഥ കണ്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അവളുടെ വീട്ടുകാർ എല്ലാ കാര്യവും അറിഞ്ഞത്. അതിന് കാരണം ഈസു ആണെന്ന് വിചാരിച്ചിട്ടാണ് അവർ അവനെ പിടിച്ച് ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊന്നിയുടെ വീട്ടുകാർ ഈസുവിനെതിരെ കേസ് കൊടുക്കുകയും പോക്സോ അടക്കമുള്ള എല്ലാ കേസുകളും അവന് തലയിൽ ചുമത്തുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീട് നാണക്കേട് ഭയന്ന് അവർ തന്നെ ആ കേസ് പിൻവലിക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും പിന്നിൽ താനല്ല എന്ന് ഈസു എല്ലാവരോടും പറഞ്ഞിട്ടും ആരും അവനെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരും അവനോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അന്ന് സേട്ടയെ സ്കൂളിൽ നിർത്തിയിട്ട് പൊന്നിയെ മാത്രം എന്തിനാണ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന്. അതിന് അവന്റെ കയ്യിൽ പ്രത്യേകിച്ചൊരു മറുപടിയും പറയാനില്ലായിരുന്നു. അവൻ ശരിക്കും പൊന്നിയോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് അവളെ കൂട്ടിക്കൊണ്ടു പോയത്, അല്ലാതെ ഒരു ദുരുദ്ദേശവും അവന്റെ മനസ്സിലില്ല എന്ന് അവൻ എത്ര പറഞ്ഞിട്ടും ആരും മനസ്സിലാക്കിയില്ല. പൊന്നിയുടെ വീട്ടുകാർ കേസ് പിൻവലിച്ചത് കൊണ്ട് തന്നെ അവൻ പുറത്തിറങ്ങി. പക്ഷെ ആരും അവനോട് പണ്ടത്തെ പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം അവന്റെ ചേട്ടത്തിയാകട്ടെ സേട്ടയെ വിളിച്ചിരുത്തി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനാവശ്യമായി ആരെങ്കിലും പ്രൈവറ്റ് പാർട്സിൽ തൊടുകയാണെങ്കിൽ ഒന്നെങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ ചിറ്റയോടോ വന്ന് പറയണമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് സേട്ട് ചോദിക്കുന്നു, അപ്പോൾ ചിത്ത തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ചിത്ത അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ചേട്ടത്തി പറഞ്ഞപ്പോൾ സേട്ടു അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ചിത്ത ചെയ്താലും നീ അമ്മയോട് വന്ന് പറയണമെന്ന് അമ്മ സേട്ടുവിനോട് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഈസുവിന് വളരെ വിഷമമായി അവൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വടിവേലിൽ സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നു. പൊന്നിയോട് സംസാരിച്ചപ്പോൾ ഈസുവല്ല അവളോട് ഇങ്ങനെയൊന്നും ചെയ്തത് എന്ന് മനസ്സിലാക്കിയ വടിവേലു നേരെ വന്ന് ഈസുവിനെ കാണുകയും അവനോട് സോറി പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് സേട്ടു ആകട്ടെ അമ്മയെ കാണാതെ വിഷമിച്ച് ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്നു. ആ സമയത്ത് ഒരാളാകട്ടെ അവളോട് കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന അവളുടെ അടുത്തേക്ക് അയാൾ ഫോണുമായിട്ട് വരുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഗെയിം കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ ഫോൺ വാങ്ങി ഗെയിം കളിക്കുകയാണ്. അതിനുശേഷം സേട്ടയെ അവിടെ നിന്നും കാണാതാകുന്നു. അവളുടെ അമ്മയുൾപ്പെടെ എല്ലാവരും അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. കാര്യം പറഞ്ഞ ഈസുവും വടിവേലും നാട്ടിലെങ്ങും ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ അവളെ കണ്ടെത്താനായില്ല. ഈ സമയം കിഡ്നാപ്പർ ആകട്ടെ സേട്ടയും കൊണ്ട് ബസ്സിൽ പോവുകയായിരുന്നു. ചിറ്റയുടെ അടുത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞാണ് അവളുടെ കയ്യിൽ ഫോണും കൊടുത്ത് അവളെയും കൂടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ സംഭവം പോലീസ് കേസ് ആയതിനു ശേഷം അവർ CCTV ചെക്ക് ചെയ്യുമ്പോൾ ഒരാൾ സേട്ടയും കൊണ്ട് ബസ്സിൽ കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ മുഖം CCTVയിൽ നിന്നും വ്യക്തമായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഒരു 10-11 വയസ്സുള്ള പെൺകുട്ടിയുടെ മൃതദേഹം കത്തിക്കടിഞ്ഞ നിലയിൽ പോലീസ് കണ്ടെത്തുകയാണ്. അത് കാണാതായ സേട്ടയാണെന്ന് എല്ലാവരും തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈസുവിന് മാത്രം അത് വിശ്വാസമായിരുന്നില്ല. ഈസു ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി കിടന്നിട്ട് ഇതെന്റെ സേട്ടു അല്ല, സേട്ടുവിന് ഇത്ര നീളമില്ല എന്ന് അവൻ പറയുകയാണ്. വടിവേൽ ഉൾപ്പെടെ ആരും അവനെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അത് സേട്ട് തന്നെയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഈസുവിന്റെ നിർബന്ധപ്രകാരം അവർ ഒന്നുകൂടെ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിനിടയിൽ സേട്ടുവിന്റെ വാട്ടർ ബോട്ടിൽ ഒരു കുട്ടിയുടെ കയ്യിൽ കണ്ട ഈസു ചോദിക്കുന്നു ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. ആ പെൺകുട്ടി മരിച്ച സ്ഥലത്ത് നിന്നാണ് കിട്ടിയതെന്ന് കുട്ടികൾ പറഞ്ഞപ്പോൾ ഈസുവിന് ആകെ വിഷമമായി. അതോടുകൂടി ഈസുവും വിശ്വസിക്കുന്നു മരിച്ചത് സേട്ടു തന്നെയാണെന്ന്. എന്നാൽ ഒന്നുകൂടി ഉറപ്പാക്കാനായി അവർ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മരിച്ച പെൺകുട്ടിക്ക് 10-11 വയസ്സുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് ആകെ 8 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ കുട്ടിയല്ല, നിങ്ങളുടെ കുട്ടി വേറെ എവിടെയെങ്കിലും ഉണ്ടാവും, ഒന്നുകൂടെ പോയി അന്വേഷിച്ച് നോക്കാനായി. മാത്രമല്ല മരിച്ച പെൺകുട്ടിയുടെ ബോഡി കൊണ്ടുപോകാനായി അവരുടെ ബന്ധുക്കളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചത് സേട്ടു അല്ല എന്ന് അവർക്ക് ഉറപ്പായി. വീണ്ടും സേട്ടുവിനെ അന്വേഷിച്ച് ഈസും വടിവേലും കൂടെ ഇറങ്ങുന്നു. ഈസു വീണ്ടും ചെന്ന് കുട്ടികളുടെ അടുത്ത് പോയി ആ വാട്ടർ ബോട്ടിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വാട്ടർ ബോട്ടിലിന് അകത്ത് പെട്രോളിന്റെ സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് തങ്ങൾ അത് കഴുകിയിട്ടാണ് ഉപയോഗിച്ചത് എന്ന്. ആ വാട്ടർ ബോട്ടിൽ പെട്രോൾ വാങ്ങിച്ച് അത് ദേഹത്തൊഴിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ കത്തിച്ചത് എന്ന് മനസ്സിലാക്കിയ അവരാകട്ടെ അടുത്തുള്ള എല്ലാ പെട്രോൾ പമ്പിന്റെയും CCTV ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. അതന്വേഷിക്കുമ്പോൾ അവർക്ക് സേട്ടുവിന്റെ വാട്ടർ ബോട്ടിലിൽ ഇപ്പോൾ മരിച്ച പെൺകുട്ടി പെട്രോൾ വാങ്ങിക്കുന്ന ഒരു CCTV ചിത്രം കിട്ടുന്നുണ്ട്. കുട്ടിയുടെ കയ്യിലാകട്ടെ ഒരു ചാക്കുമുണ്ടായിരുന്നു. കിഡ്നാപ്പർ അവളെ എന്തോ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് പെട്രോൾ വാങ്ങാൻ പറഞ്ഞയച്ചതെന്ന് അവർക്ക് മനസ്സിലായി. കൊച്ചുകുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് പെട്രോൾ കൊടുക്കാൻ അവിടുത്തെ ജീവനക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ആ കുട്ടി കരഞ്ഞു പറഞ്ഞത് കൊണ്ട് ദയ തോന്നി കൊടുത്തതാണെന്ന് ജീവനക്കാർ പോലീസുകാരുടെ മൊഴി നൽകിയിരുന്നു. ഇതിൽ നിന്നും അവർക്ക് കിഡ്നാപ്പറുടെ പാറ്റേൺ മനസ്സിലാകുന്നു. ഒരു കുട്ടിയെ അയാൾ തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങളോളം സെക്ഷലി യൂസ് ചെയ്യും. അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടിയെ അയാൾ കൊന്നുകളയും. ഇതാണ് അയാൾ ഫോളോ ചെയ്ത രീതി. അതുകൊണ്ട് തന്നെ ഇനി അയാൾ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് വരുന്നത് വരെ മാത്രമേ സേട്ടുവിന് ആയുസ് ഉണ്ടാകുമെന്നുള്ളത് അവർക്ക് മനസ്സിലായി.
എന്തായാലും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സ്ഥിതിക്ക് കിഡ്നാപ്പർ ആകട്ടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുത്തായിരിക്കും അവരെ അടക്കിയിരുത്തുക എന്ന് പോലീസുകാരൻ പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ സേട്ടുവിന് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് ഈസുവിനോട് പോലീസുകാർ ചോദിക്കുന്നു. അങ്ങനെ ഈസു അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറയുന്നുണ്ട്. അവൻ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പോലീസുകാർ അന്വേഷിക്കുന്നു. സേട്ടയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് മീൻ ബണ്ണായിരുന്നു. മീൻ ബണ്ണ് വിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി അന്വേഷിക്കുമ്പോൾ അതിലൊരാൾ സേട്ടയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. കിഡ്നാപ്പർ പോയ ബസ്സിലെ കണ്ടക്ടറുടെ മൊഴി വെച്ച് അവർ രേഖാചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ആ രേഖാചിത്രവും മീൻ ബണ്ണ് വിൽക്കുന്ന ആൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അയാളെയും സേട്ടുവിനെ കൂടെ കണ്ടു എന്ന് അവർ പറയുന്നുണ്ട്. ഇയാൾ 2 ദിവസം മുമ്പാണ് എന്റെ അടുത്ത് നിന്ന് മീൻ ബണ്ണ് വാങ്ങിയത് എന്നും ഇനിയും അതുവഴി വരുമ്പോൾ അവിടെ നിൽക്കണമെന്നും മീൻ ബണ്ണ് തരണമെന്നും അയാൾ ആവശ്യപ്പെട്ടതായും ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി കിഡ്നാപ്പർ മീൻ ബണ്ണ് വാങ്ങിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ പോലീസുകാർ ഒരു ട്രാപ്പ് ഉണ്ടാക്കി അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ അയാൾ അന്ന് രാത്രി വന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ അവിടെ എവിടെയാണ് കുട്ടിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് അവർക്കെല്ലാവർക്കും വ്യക്തമായി. കിഡ്നാപ്പർ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ പരസ്യമായി പുറത്തിറങ്ങി സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നു. അതെല്ലാം വാങ്ങി കിഡ്നാപ്പർ നേരെ പോകുന്നത് സേട്ടയുടെ അടുത്തേക്കായിരുന്നു. നീ ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ ചാക്കിലുള്ള പാമ്പ് നിന്നെ കൊത്തുമെന്ന് പറഞ്ഞ് അയാൾ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ പെട്രോൾ വാങ്ങിക്കാൻ പറഞ്ഞു വിടുന്നത് പോലും കയ്യിൽ ഈ ചാക്ക് കൊടുത്തിട്ടായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന സേട്ടയെ അയാൾ ക്രൂരമായി സെക്ഷലി ഹരാസ് ചെയ്യുന്നു. അന്ന് രാത്രിയും അയാൾ മീൻബണ്ണ് വാങ്ങാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ പോലീസുകാർ ട്രാപ്പ് ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലീസുകാർ ട്രാപ്പ് ചെയ്തു വെച്ച കച്ചവടക്കാരന്റെ അടുത്തേക്കായിരുന്നില്ല കിഡ്നാപ്പർ എത്തിയിരുന്നത്. അയാളുടെ കൂട്ടത്തിലുള്ള വേറൊരാളുടെ അടുത്തേക്കായിരുന്നു. അയാളും കിഡ്നാപ്പറെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. കിഡ്നാപ്പർ കാണാതെ അയാൾ രഹസ്യമായി പോലീസുകാരെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് മനസ്സിലാക്കിയ കിഡ്നാപ്പർ അയാളെ തള്ളിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം തന്റെ പുറകിൽ പോലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ കിഡ്നാപ്പർ ആകെ പേടിക്കുന്നുണ്ട്. പിറ്റേന്ന് മുതൽ ആ ഏരിയയാകെ വലിയ രീതിയിലുള്ള ചെക്കിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതേസമയം കിഡ്നാപ്പർ അയാളുടെയും സേട്ടുവിന്റെയും ലുക്കെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. സേട്ടുവിന്റെ മുടിയെല്ലാം മുറിച്ച് കണ്ണടയെല്ലാം മൂടി മാറ്റി അവളെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു കോലത്തിലാക്കിയിരുന്നു. അവളുടെ കയ്യിൽ പാമ്പുള്ള ചാക്കും പെട്രോൾ വാങ്ങാൻ ഒരു കുപ്പിയും കൊടുത്ത് പെട്രോൾ പമ്പിലേക്ക് അയാൾ പറഞ്ഞയച്ചു. കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഒരു വണ്ടി അവളെ ഇടിക്കാൻ പോകുന്നു. ആ സമയം അയാൾക്ക് പോയി സേട്ടുവിനെ രക്ഷിക്കേണ്ടതായി വന്നു. അതോടുകൂടി അവളെ അവിടെ വെച്ച് കത്തിച്ച് കളയാനുള്ള അയാളുടെ പ്ലാൻ പൊളിയുകയാണ്. വേറെ വഴിയില്ലാതെ അയാൾ ഒരു ഷെയർ ഓട്ടോ വിളിച്ച് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ വഴിയിലെങ്ങും സേട്ടോയുടെ ഫോട്ടോയും വെച്ച് ചെക്കിംഗ് നടത്തുന്നത് കണ്ട അയാള് താൻ പിടിക്കപ്പെടാതിരിക്കാനായി ഓട്ടോയിൽ വെച്ച് ഒരടവിറക്കുന്നു. അയാൾക്ക് കോള് വരുന്നത് പോലെ അഭിനയിച്ച് എന്റെ ചേട്ടന് ആക്സിഡന്റ് ആയെന്നും എനിക്ക് ഉടനെ തന്നെ അവിടേക്ക് പോകണമെന്നും ഈ കുട്ടിയെ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറക്കി വിടാനും എന്റെ ചേച്ചി അവിടെ വന്ന് പിക്ക് ചെയ്യുമെന്നും തൊട്ടടുത്തുള്ള സ്ത്രീയോട് കിഡ്നാപ്പർ പറയുകയാണ്. അയാൾ കുറെ നിർബന്ധിച്ചപ്പോൾ ആ സ്ത്രീ സമ്മതിക്കുന്നുണ്ട്. കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ ആൾ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടിയെ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് ആ ചേച്ചി കിഡ്നാപ്പറോട് പറയുന്നു. അങ്ങനെ കിഡ്നാപ്പർ ആ ഓട്ടോയിൽ നിന്നും ഇറങ്ങി മറ്റൊരു ഓട്ടോയിലേക്ക് കയറുന്നു. എന്നാൽ സേട്ടുവിന്റെ അവസ്ഥ കണ്ട് എന്തോരം സംശയം തോന്നിയ ആ ചേച്ചി ഓട്ടോയിൽ നിന്നും ഇറങ്ങി പോലീസുകാരോട് വിവരം പറയുന്നു. ബെല്ല് പോലും അടിക്കാതെ ഫോൺ വന്നു എന്ന് പറഞ്ഞ് കുട്ടിയെ ഇവിടെ ഇരുത്തി പോകണമെങ്കിൽ അതിലെന്തോ ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ചേച്ചി പോലീസുകാരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവളോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ആ പാപ്പിന്റെ ചാക്ക് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടായിരുന്നു അയാൾ പോയത്. അതുകൊണ്ട് തന്നെയാണ് സേട്ട ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നതും. അവസാനം പോലീസുകാർക്ക് അത് സേട്ടയാണെന്ന് മനസ്സിലാകുകയും അവളെ എടുത്ത് ഓടുകയും ചെയ്യുന്നു. ആ സമയത്ത് അവിടെ എത്തിയ ഈസു ഇത് കാണുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ സേട്ടയെ കയ്യിലെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ ഒരു രംഗം വളരെയധികം ഇമോഷണൽ ആയിരുന്നു. ഈ സമയം കൊണ്ട് കിഡ്നാപ്പർ ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു പോയി. അയാളെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ പലയിടത്തും അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ എന്റെ കയ്യിൽ തരണമെന്ന് ഈസു വടിവേലുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ കുറെ ദിവസം സേട്ട ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ബോധം വന്ന അവൾക്ക് സ്വന്തം ചിത്തയെ പോലും വെറുപ്പായി തുടങ്ങിയിരുന്നു. അവനെ പോലും അവൾ വളരെ ദേഷ്യത്തിൽ അടിക്കാൻ തുടങ്ങി. അങ്ങനെ സേട്ടയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഈസു അവിടെ വെച്ച് പൊന്നിയെ കാണുന്നു. നമ്മുടെ പൊന്നി അവനെ കണ്ടതും ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. ആ ഒരു ട്രോമയിൽ നിന്ന് പൊന്നി മുഴുവനായും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈസുവിന് സമാധാനമായത്. പൊന്നിയെ പോലെ സേട്ടയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും തന്നെ പഴയതുപോലെ കാണുമെന്നും അവന് വിശ്വാസമുണ്ടായിരുന്നു. പൊന്നിക്ക് ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് ലിഫ്റ്റിലേക്ക് ഈസു കയറിയപ്പോൾ ആ ഒരു ലിഫ്റ്റിൽ വേറെ ആരെയോ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന പൊന്നിയെയും കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാവുകയാണ്. അന്ന് രാത്രി വടിവേല് വന്ന് ശക്തിയോട് പറയുന്നുണ്ട് കുറ്റവാളിയെ പിടിച്ചു, ഹോസ്പിറ്റലിൽ വെച്ച് പൊന്നിയാണ് അയാളെ തിരിച്ചറിഞ്ഞത്, അപ്പോൾ തന്നെ അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നും പറയുന്നു. ഈ സംഭവങ്ങളെല്ലാം ഈസു അറിഞ്ഞിട്ടുണ്ട്. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശക്തിക്ക് ഉത്തരമില്ലായിരുന്നു. അവനെ പിടിച്ച സ്ഥിതിക്ക് അവനെ കൊല്ലാനായിട്ട് ഈസു എന്തെങ്കിലും ഒരു പ്ലാൻ ഇടുമെന്ന് ശക്തിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈസു ആകട്ടെ കുറ്റവാളിയെ കൊല്ലാനായിട്ട് ഒരു കത്തി തന്നെ ഉണ്ടാക്കുകയാണ്. ശക്തി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അവൻ അതൊന്നും കേട്ടില്ല. അവനെ കൊന്നാൽ നീ ജയിലിൽ പോകുമെന്ന് പറഞ്ഞിട്ടും അവൻ അവന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ കോടതിയിൽ വിചാരണ തുടങ്ങുന്നു. പൊന്നിയാകട്ടെ അയാൾ ഐഡന്റിഫൈ
കൊല്ലുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് മറ്റൊരു സംഭവം മനസ്സിലാകുന്നത്. പൊന്നിയെ ഉപദ്രവിച്ച ആളായിരുന്നില്ല സേട്ടയെ ഉപദ്രവിച്ചത്, അത് രണ്ടും വേറെ വേറെ ആൾക്കാരായിരുന്നു. എന്നാൽ ഈസു ആകട്ടെ ഇതൊന്നും അറിയാതെ തന്നെ അയാളെ പോലീസുകാർ ബസ്സിൽ കൊണ്ടുപോകുന്ന സമയത്ത് അയാളെ കൊല്ലാനായി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ശക്തിയും വടിവേലും കൂടെ ഈസു ആ ഒരു ക്രൈം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ഈസു അയാളെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ വടിവേല് പറഞ്ഞു വിട്ട ഒരാൾ വന്ന് ഈസുവിനെ അവിടെ നിന്നും പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. നീ സുന്ദരിയെ ഉപദ്രവിച്ച ആളെ കൊല്ലാനായിട്ടല്ലേ ഇറങ്ങി തിരിച്ചത്, എന്നാൽ അത് ഇയാളല്ല, ഇയാൾ പൊന്നിയാണ് ഉപദ്രവിച്ചത്, രണ്ടുപേരെയും ഉപദ്രവിച്ചത് രണ്ടാൾക്കാരാണ്. എന്നാൽ ഇത് കേട്ടതും എനിക്ക് പൊന്നിയും സുന്ദരിയും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് നേരെ ചെന്ന് പോലീസുകാരെ തള്ളി മാറ്റി അയാളെ കുത്തിക്കൊല്ലുകയാണ്. അവൻ മുഖം മറച്ചത് കൊണ്ട് തന്നെ ആരും അവനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് വടിവേലുവിനോട് പറഞ്ഞ് അവന്റെ ചേട്ടത്തി എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈസുവിന്റെ പക അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സുന്ദരിയെ ഉപദ്രവിച്ചവനും ഇതുപോലെ കണ്ടുപിടിച്ച് കുത്തിക്കൊല്ലുമെന്നായിരുന്നു ഈസു പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റെ ചേട്ടയ്ക്ക് വേണ്ടിയിട്ട് അവൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ഈസു പറയുന്നു. ഇതെല്ലാം കേട്ട് ശക്തിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. ചേട്ടയ്ക്ക് ഇനി ഒരു പോറൽ പോലും ഏൽക്കാതെ അവളെ സംരക്ഷിക്കുമെന്നും ഈസു പറഞ്ഞപ്പോൾ നിനക്ക് ഒരിക്കലും 24 മണിക്കൂർ അവളുടെ കൂടെ നിന്ന് അവളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ശക്തി പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ട്രാജഡി സംഭവിക്കില്ല എന്ന് ശക്തി പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് +2 റിസൾട്ട് വരുന്ന ദിവസം ഈസുവിനെ കാത്തു നിന്ന ശക്തിയുടെ അടുത്തേക്ക് അവളുടെ അങ്കിള് വരികയും അവളെ ക്രൂരമായി റേപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. പാസ്റ്റിൽ സംഭവിച്ച ആ ഒരു ട്രോമ അവളെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന ഈസുവിനും ആകെ വിഷമമാകുന്നു. നിന്റെ അങ്കിൾ എവിടെയുണ്ട്, ഞാൻ അവനെ പോയി കൊല്ലാമെന്ന് പറഞ്ഞപ്പോൾ ശക്തി പറയുന്നു, ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികാരം ചെയ്യാനല്ല പോകേണ്ടത്, അവൾക്ക് മെന്റൽ സ്ട്രെങ്ത് കൊടുത്ത് അവളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ പ്രതികാരം എന്ന് പറഞ്ഞു പോയാൽ അവളുടെ മനസ്സിന് ഒരു സുഖവും ലഭിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശക്തി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഇത് കേട്ടപ്പോഴാണ് താൻ ചെയ്യാൻ പോകുന്ന വലിയ മണ്ടത്തരത്തെ കുറിച്ച് ഈസുവിന് ബോധ്യമുണ്ടാകുന്നത്. ഇപ്പോഴുള്ള ദേഷ്യത്തിൽ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ സേട്ടയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേറെ ആരുമില്ല എന്ന് ഈസുവിന് മനസ്സിലാകുന്നു. സേട്ടയാകട്ടെ പതിയെ പതിയെ അവനോട് പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവളുടെ പേടിയെല്ലാം പതിയെ പതിയെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ കാലത്തിന് ശേഷമുള്ള സേട്ടയുടെ ജീവിതമാണ്. അവൾ പഴയ ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. തന്റെ ചിത്തയുടെ കൂടെ അവൾ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസുകാരാകട്ടെ നേരത്തെ ഒരു പെൺകുട്ടിയെ കത്തിക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയ അതേ സ്ഥലത്തു നിന്നും ഒരു 50-53 വയസ്സ് പ്രായമുള്ള ഒരാളുടെ കത്തിക്കടിഞ്ഞ മൃതദേഹം കിടക്കുന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ആ മൃതദേഹം സേട്ടയെ ഉപദ്രവിച്ച ആ ആളുടേതായിരുന്നു. അയാളെ കണ്ടെത്തി ഈസു തന്നെ അയാളെ കൊന്നതാണെന്ന് നമുക്ക് ഈ സീനിൽ നിന്നും ഊഹിച്ചെടുക്കാം. ഇതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ കുറിച്ച് നമ്മൾ എത്രമാത്രം ബോധവാന്മാരായിരിക്കണമെന്ന് ഈ ഒരു മൂവി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മൂവിയുടെ സ്റ്റോറി ഇഷ്ടമായ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു മൂവിയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.